ഹലോ ചുറ്റീസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ബോഡി പോളിഷിനെ കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നത് ഡവിൻ്റെ ബ്രൗൺ ഷുഗർ ആൻഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് ബോഡി സ്ക്രബാണ്. ഇനി അതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടബിൽ വരുന്ന പാക്കേജിംഗ് ആണ്. തുറന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം പ്രോഡക്റ്റിൻ്റെ ടെക്സ്ചറും പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്ങും ഒക്കെ. ഇത് കുറച്ചുകൂടി ഡീപ്പ് ടൈപ്പ് സ്ക്രബാണ്. ഒന്ന് ഡീപ്പ് എന്ന് പറഞ്ഞിട്ട് ആകെ ബോഡി സ്ക്രബ് ഉള്ളത് ഈ ഒരു വേരിയൻ്റ് ആണ്. നൈക്കയിൽ അറൌണ്ട് 720 ഒക്കെയാണ്, 720 റുപ്പീസ് ഒക്കെയാണ് എൻ്റെ റേറ്റ്. പിന്നെ നിങ്ങൾക്ക് പിങ്ക് സെയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 520, 600 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ലാദറി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു സ്ക്രബിനെ കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. അതുപോലെ അടിപൊളിയായിട്ടുള്ള സ്ക്രബാണ്. ഇത് വാങ്ങിക്കുന്ന മുമ്പ് പല ചിന്തകളുണ്ടായിരുന്നു. ട്രീ ഹട്ട് വാങ്ങിക്കണോ, അല്ലെങ്കിൽ പല എന്ന് വെച്ചാൽ എം കഫീൻ്റെ സ്ക്രബ് വാങ്ങിക്കണോ, അങ്ങനെ പല പല ചിന്തകളായിരുന്നു. ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ ഷവർ ജെൽ യൂസ് ചെയ്യാറില്ല. കാരണം വെള്ളം വെച്ച് ഇതിങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയണ്ടേ, നന്നായിട്ട് ലാദർ ആവുന്നുണ്ട്. അപ്പം നമ്മൾ സ്കിന്നുമായിട്ട് നല്ല നല്ല സ്നേഹത്തോടെ നിന്ന് ആ ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യും. ഇതിട്ട് ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിൻ നല്ല ഗ്ലോയിങ്ങുമാണ്. അതുപോലെ സാധാരണ ചില സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ അത്ര ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ സ്കിന്നിനൊരു ഒരു വലിച്ചിട്ടുണ്ടല്ലോ ആ ഫീലിംഗ് ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, ഇത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ സോഫ്റ്റ്നെസ് 2-3 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ വീക്ക്ലി ഒരു 2 3 ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യാം. പാർട്ടിക്കിൾസ് ഇച്ചിരി കട്ടിയായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒട്ടി ഇരിക്കും. അതുപോലെ ഈ കഴുത്തൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ മുടി പിടിച്ച് മുകളിലോട്ട് കെട്ടിയിട്ട് വേണം സ്ക്രബിന്, അല്ലെങ്കിൽ മുടിയിലൊക്കെ ചിലപ്പോൾ പറ്റിയിരിക്കും. നല്ല കാരമലൈസ്ഡ് ഷുഗറും ഒരു കോക്കനട്ടിൻ്റെ സെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അത്രയും കോക്കനട്ട് സെൻ്റ് ഒന്നും അല്ല, എന്നാൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കോക്കനട്ട് സെൻ്റാണ്. ഇത് കാണുമ്പോൾ തിന്നാൻ തോന്നും, പക്ഷേ കൺട്രോൾ ചെയ്യണം, തിന്നരുത് കേട്ടോ. നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇന്നിപ്പോൾ സ്ക്രബ് ചെയ്താൽ രാവിലെ സ്ക്രബ് ചെയ്താൽ നാളെ രാവിലെ നിങ്ങൾക്ക് റേസർ യൂസ് ചെയ്യാം. വീണ്ടും ഒന്നുകൂടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ അകത്തോട്ട് നിൽക്കുന്ന കുട്ടി ഹെയർസ് ഇല്ലേ, അതൊക്കെ മാറാൻ വളരെ ഹെൽപ്പാവും. അതുപോലെ ആക്നെ ഉള്ള പോർഷനിൽ ഇത് സ്ക്രബ് ചെയ്യരുത്. അത് പൊട്ടിയിട്ട് വേദനിച്ചിട്ട് പിന്നെ പറഞ്ഞു ആവി ചേച്ചി പറഞ്ഞു എന്ന് പറയരുത് കേട്ടോ. വലിയൊരു പ്രശ്നം തോന്നിയാൽ ഈ പ്രോഡക്റ്റിൻ്റെ താഴ്ഭാഗം കുറച്ച് അകത്തോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പം പ്രോഡക്റ്റ് ഫുള്ളുണ്ട്, 300 ml എങ്ങാണ്ട് പ്രോഡക്റ്റേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഡിസെപ്റ്റീവായിട്ടുള്ള ആ ഒരു പാക്കേജിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അകത്തോട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിത് നിറച്ചുണ്ടെന്ന്, പക്ഷെ ഇതിങ്ങനെ തൊരണ്ട് താഴെ ചെല്ലുമ്പോഴറിയുന്നത് ഇത്രേ ഒരു പോർഷൻ ആനമല പോലെ മുകളിലോട്ടിരിക്കുക. ചിലർക്ക് ഈ ഫ്രേഗ്രൻസ് അലർജി ആയിട്ടുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ള ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ഫേസിൽ ഈ സ്ക്രബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയണ്ടേ ഡിഫറൻസിയേഷൻ ഒന്നും കാണിക്കാറില്ല. ജെൻഡ് പ്രാവശ്യമൊക്കെ ഫേസ് യൂസ് ചെയ്യുന്നുണ്ട്, കുരുവൊന്നും ഇല്ലാത്തപ്പോൾ. അപ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നില്ല. പക്ഷെ നിങ്ങളാരും യൂസ് ചെയ്യണ്ട ഫേസിൽ. ഈ കാലിലും കയ്യിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. സ്കിൻ ഫെയർ ആകുമ്പോൾ ചോദിച്ചാൽ സ്കിൻ അത്ര കണ്ട് ഫെയർ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ടാനിങ് 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ടാനിങ് ഒക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് മാറും. അങ്ങ് വലിയ ടാനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ലൈക്ക് 1-2 യൂസിലൊന്നും റിസൾട്ട് കാണുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. പ്ലമ്മിൻ്റെ ഒക്കെ സ്ക്രബൊക്കെ ഇതിലും റേറ്റ് കുറഞ്ഞ ഇതിലും അടിപൊളിയായിട്ടുള്ള സ്ക്രബുകളുണ്ട്. പ്ലമ്മിൻ്റെ ഒക്കെ ഷുഗർ സ്ക്രബ്സ്. എന്തായാലും ഈ പ്രോഡക്റ്റിന് വാങ്ങിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേരിയൻറ്റ് ഞാൻ വാങ്ങിക്കത്തില്ല എന്തായാലും. എനിക്ക് അടുത്തൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ പോംഗ്രാനറ്റും പിന്നെ മാംഗോയും പിന്നെ ഷിയ ബട്ടറും പിന്നെ ആൽമണ്ടും അങ്ങനെ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.